ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു ബീഫ് കറി പെട്ടെന്നൊരു ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനായിട്ട് ഒരു 1.5 കിലോ 2 കിലോ കഷ്ടിയുണ്ട് കേട്ടോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി, ഇനി മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. മല്ലിപ്പൊടി ഇത്തിരി കൂട്ടിയിടുക കേട്ടോ, മല്ലിപ്പൊടി ഇത്തിരി കൂട്ടിയിടണേ, എന്നാലേ കറി നല്ല തിക്കായിട്ട് വരുള്ളൂ. പിന്നെ ഗരം മസാല പൊടിച്ചതാണ്, നമ്മളിവിടെ തന്നെ പൊടിച്ചതാണ്. അതുപോലെ കുരുമുളകും ജീരകവും പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ടു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, സവാള, അങ്ങനെ എല്ലാം കൂടി ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളിയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഒരു ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി അവിടെ വയ്ക്കുക. അതിന് ശേഷം നമ്മളൊരു കുക്കർ, ഞാൻ അതിൻ്റെ കപ്പ പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം കുക്കർ വെച്ചു. കുക്കർ നന്നായി ചൂടായി. കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലം ഇട്ട് കൊടുക്കുക. ഒരല്പം പെരുംജീരകവും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഒരു ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ അതിലേക്ക് തക്കാളി, മല്ലിയില എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗരം മസാല 1/4 ടീസ്പൂൺ കേട്ടോ, 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നല്ലൊരു കളർ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ സാധാ മുളക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല, ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വതക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാണ്ട്, നല്ല കുക്കറാണെങ്കിൽ ഒരൊറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. നല്ല കുക്കറാണെങ്കിൽ പിന്നെ അത് അടച്ച് വെച്ചിട്ട് ആ പ്രഷറിൽ തന്നെ നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഈ കപ്പ പുഴുങ്ങി റെഡിയാക്കിയിട്ടുണ്ട്. കപ്പ അടിപൊളി കപ്പയായിരുന്നു, പുട്ട് പോലെ കിട്ടി, കണ്ടില്ലേ. പിന്നെ അതേ കണ്ടോ, ബന്ധൂര് വിസിൽ വന്നു. നമ്മൾ അതിന് ഒരു അരമണിക്കൂറോളം ഗ്ലാസ് വെള്ളം ഏകദേശം അതിൻ്റെ പ്രഷർ പോകുന്നവരെ വെച്ചു. വെള്ളം അത്രയും നോക്കുക, ഒരു തുള്ളി വെള്ളം ഒഴിക്കാണ്ട് വെച്ചിരിക്കുന്നത്. അത് ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉരുളിയിലേക്ക് ആക്കിയത് എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ടൊന്ന് ഒരു റോസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി റോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ട് നല്ലൊരു ഫ്ലെയിമിൽ തന്നെ അതാക്കിയെടുക്കുക. അപ്പോഴേക്കും കണ്ടോ റോസ്റ്റ് ആയില്ലേ. ഇന്ന് റോസ്റ്റ്, നാളെ രാത്രി ആയില്ലേ, വലിക്കാൻ പോകണം. അല്ല, ഇന്ന് കറി, നാളെ റോസ്റ്റ്, മറ്റന്നാൾ ഫ്രൈ. ഓക്കെ, പിന്നെ ബാക്കിയുണ്ടെങ്കിൽ ഡീപ് ഫ്രൈ ആക്കാം. റോസ്റ്റാണ് കേട്ടോ. ഓക്കെ, കറി എന്ന് പറയാം, റോസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. റോസ്റ്റായി ബീഫ് കറി. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടത് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ അതിലേക്ക് ഹൈലൈറ്റായിട്ട് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ താല്പര്യമുള്ളവർ നന്നായിട്ടൊന്ന് നെയ്യ് ഒഴിച്ച് വറക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല രസമായിരിക്കും ഓരോന്നും കടിക്കാനായിട്ട്. ഓപ്ഷനാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല, എനിക്കിഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് കാരണം അങ്ങനെ ഇട്ടു. അടിപൊളി ടേസ്റ്റായിരിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. കപ്പ നല്ല കപ്പാട്ടാ, ചുവന്ന കളറുള്ള കപ്പ എടുക്കണം, തൊലി. അതാകുമ്പോൾ നല്ല വേരൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിരിക്കും. പുട്ട് പോലെ ആയി കപ്പ, കണ്ടോ. അപ്പോൾ കപ്പയും ബീഫും റെഡി. ഓക്കെ, താങ്ക് യു.